എല്ലാവർക്കും നമസ്കാരം. സുഖമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. വീട്ടിൽ നിന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ വീട്ടിലെ ചില വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതിയതുകൊണ്ട് മാത്രമാണ് വന്നതാണ്. ആ വീടിൻ്റെ തൊട്ട് മുൻപിലൊരു റോഡാണ്. തൊട്ടടുത്ത വീട്ടിൽ നല്ല മാങ്ങ ഉണ്ടായി കിടപ്പുണ്ട്. പറിക്കണമെങ്കിൽ അവരുടെ അനുവാദം മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ തൊട്ട് മുൻപിൽ കാണുന്നത് നാഷണൽ ഹൈവേ ആണ്. വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. ഒരു ബസ് പോകുന്നു, കാർ. അപ്പോൾ നാഷണൽ ഹൈവേയുടെ തൊട്ട് ഓരത്ത് തന്നെയാണ് എൻ്റെ താമസം. ഇവിടെ റോഡ് വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ എൻ്റെ വണ്ടി കിടക്കുന്നുണ്ട്. മോനിങ്ങോട്ട് കയറ്റിയിട്ടില്ല, അതുകൊണ്ട് അവിടെ ഇട്ടതാണ്. നമുക്കൊന്ന് വീടിൻ്റെ അകത്തോട്ട് കയറാം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു കാര്യവുമായിട്ട് വന്നത്. ആ കാര്യം ഈ കാണുന്ന പുസ്തകങ്ങളാണ്. അത് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട്, മക്കൾ വായന കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി കൂടി വന്നത്. നമുക്ക് പുസ്തകങ്ങളും ഇതുമെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ തലമുറയിലേക്ക് വായന വളരെ കുറഞ്ഞാണ് വരുന്നത്. എൻ്റെ കയ്യിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മക്കൾ കൂടുതലും ഫോണിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെയാണ്. വായന എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റ് കുടുംബങ്ങളിലുമൊക്കെ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലേക്ക് ഈ വായന എന്ന് പറയുന്ന സാധനം വളരെ കുറഞ്ഞു വരുന്നുണ്ടാകാം. വായിക്കുന്ന കുട്ടികളില്ല എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഭൂരിപക്ഷത്തിനും പഴയ പോലെയുള്ള ഒരു വായനാശീലം ഇന്നില്ല എന്നാണ് തോന്നുന്നത്. പണ്ട് നമ്മുടെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പൈങ്കിളി മാസികകളെങ്കിലുമൊക്കെ വായിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് വായന വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. വായനയുടെ കൂട്ടത്തിൽ 2 ചെറിയ പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇത് അഗസ്റ്റിൻ ജോൺ ഊക്കനത്തിനെ കുറിച്ച് ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. CSC മരിയ ഭവൻ കോലഴി തൃശ്ശൂർ പാലക്കാട് രൂപത മെത്രാനാണ് ഈ മെമൻ്റോ എനിക്ക് തന്നത്. ഇത് ഗുഡ്നസ് ടിവിയിൽ 20 വർഷമായിട്ട് ഞാൻ പ്രൊഡ്യൂസറാണ്, സീനിയർ പ്രൊഡ്യൂസറാണ്. അതിൻ്റെ പേരിൽ ചാനൽ തന്ന ഒരു അപ്രിസിയേഷൻ മെമൻ്റോയാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, നമ്മുടെ വായനയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും ഒക്കെ വായന അകന്നു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കിട്ടുന്നത് ഏത് പത്രമാണെങ്കിലും മാസികയാണെങ്കിലും എന്താണെങ്കിലും അത് വായിക്കാനായിട്ട്, കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും വീട്ടുവിശേഷങ്ങൾ പറയാം, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദിയുണ്ടാവട്ടെ.